സമ്പാദേസ്ത്വച്ചരിത്രശ്രുതിസുഹൃതബലാല്ലബ്ധപക്ഷസ്യ വാക്യാദംബോധിം ലംഘയിത്വാ നിശിചരനഗരെ മൈഥിലിം തത്ര ദൃഷ്ട്വാ വന്ദ്യാം താം സാന്ത്വയിത്വാ തദനു തവ ഗിരാചാതദത്വാംഗുലീയം നിർമധ്യോദ്യാനമക്ഷം രിപുസുതമവധിയിൽ വാതജസ്ത്വൽപ്രഭാവൽ. ശ്രീരാമചന്ദ്ര പ്രഭു, നിന്തിരുവടിയുടെ പ്രഭാവം കൊണ്ട് ഹനുമാൻ അങ്ങയുടെ ചരിത്രം കേട്ട സുഹൃതത്തിന്റെ ബലം കൊണ്ട് ചിറകുകൾ ലഭിച്ച സമ്പാദിയുടെ വാക്കിനാൽ സമുദ്രം ചാടിക്കടന്ന് അവിടെ രാക്ഷസ നഗരിയിൽ സീതയെ കണ്ട് പിന്നെ അഭിവന്ദ്യയായ അവളെ അങ്ങയുടെ വാക്കുകളാൽ സാന്ത്വനിപ്പിച്ച് മോതിരം നൽകി ഉദ്യാനത്തെ തകർത്ത് ശത്രുപുത്രനായ അക്ഷകുമാരനെ വധിച്ചു. വാനരന്മാർ പറഞ്ഞ രാമകഥ കേട്ടപ്പോഴാണ് സമ്പാദിക്ക് വീണ്ടും ചിറകുമുളച്ചത്. മുമ്പ് ഉയരത്തിൽ പറന്ന് സൂര്യനോടടുത്തപ്പോൾ ചൂടേറ്റ് ചിറകുകൾ കരിഞ്ഞു പോയതായിരുന്നു. പുതിയ ചിറകുമുളച്ച സമ്പാദി പറന്നുയർന്ന് അകലെ ലങ്കാപുരിയിലെ കാര്യങ്ങൾ ഗ്രഹിച്ച് വാനരന്മാരോട് പറഞ്ഞു. ഭഗവാന്റെ നാമത്തിന്റെ പ്രഭാവം കൊണ്ട് ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതയെ കണ്ട് ആശ്വസിപ്പിച്ച് ഉദ്യാനം തകർത്ത് അക്ഷകുമാരനെ വധിച്ച ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.